ഞാൻ ആദ്യം സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം പറഞ്ഞു അത് കമന്റ്സ് നോക്കാം, ഞാൻ നോക്കിക്കോളാം. ഞാൻ ട്രിഗർ ചെയ്തത്. അല്ല ഒറ്റ സെക്കൻഡ് മൈക്കിന്റെ POV ഒന്ന് പറയാവോ, എന്താ സംഭവിച്ചെന്നുള്ള POV ഒന്ന് പറയാവോ? എന്റെ ഞാനും കുറച്ച് ഫ്രണ്ട്സ് അവിടെ റിപ്പയറിൽ നിൽക്കുമായിരുന്നു. ആള് വന്നിട്ട് എന്റെ ഒരു ഫ്രണ്ടിനെ അടിച്ചു. അപ്പൊ ഒപ്പരുള്ള വേറൊരുത്തൻ പോയിട്ട് ആളെയും അടിച്ചു. ആള് ഒന്നും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ആളൊന്നും പറയുന്നുണ്ടായിട്ടില്ല. ആള് സോറി പറഞ്ഞു എന്നെ പറഞ്ഞു, പക്ഷെ അതൊന്നും കേട്ടില്ല. അത് കഴിഞ്ഞ് ആള് പിന്നെ സംസാരിച്ചു, എന്തിനാ ഇടിച്ചേ, ഇടിച്ചെന്തിനാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ബ്രോ അത് ബ്രോ തട്ടിയോണ്ട് തിരിച്ചിടിച്ചാണ്, അത് വിട് ഞാൻ 2-3 പ്രാവശ്യം അത് സോൾവ് ആക്കാൻ വേണ്ടി സംസാരിച്ചു. അത് കഴിഞ്ഞ് അപ്പുറത്ത് ഇപ്പുറത്ത് സംസാരമായി. ഞാൻ വിടുന്ന് പറഞ്ഞപ്പോ ആള് നീ എന്നാ വിട്ടോ അവര് ഡയലോഗ് അടിച്ചപ്പോ എനിക്കും ട്രിഗറായി. അപ്പം അപ്പുറത്തും ഇപ്പുറത്തും നല്ല സംസാരമായി, അങ്ങനെ വഷളായി പോയതാണ്. റാംബോന്റെ POV ഒന്ന് പറയോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞുതരാം. എന്റെ ബാക്കിൽ ഇന്നലെ ഏതെന്ന് അറിഞ്ഞൂടാ ഒരു പെണ്ണ് എന്റെ ബാക്കിൽ കയറിയിരുന്ന്. ഞാൻ ഇതിന്റെ അടുത്ത് കുറെ തവണ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇത് ഇറങ്ങിയില്ല. ഞാൻ T/എസ്കോട്ട് അടിച്ച സമയത്താണ് ഇവരുടെ ദേഹത്ത് കൈ കൊണ്ടത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ബ്രോ അറിയാതെ പറ്റിയതെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞു. അതിനു മുമ്പേ എന്നെ അടിച്ച് കൂടെ നിന്ന് ഞാൻ തട്ടിയത് വേറൊരാള്, എന്നെ അടിച്ചത് വേറൊരാള് വന്ന് എന്നെ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ പറഞ്ഞു അറിയാതെ പറ്റിയതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ബ്രോ, പിന്നെ എന്തിനാ അടിച്ചേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പം പുള്ളി പറയണത് കണക്ക് ഇത്ര ഇതായിട്ട് എന്തോ പറയാൻ വേണ്ടിട്ട് ഇത്രയും ഷൗട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ നോർമലി ഒന്നും അല്ല പറഞ്ഞ, നീ വിട്ടോ എന്നുള്ള രീതിയിൽ തന്നെ നല്ല ഇതായിട്ട് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇങ്ങോട്ട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചും അങ്ങനെ സംസാരിച്ചത്. മനസ്സിലായ? അതിനുശേഷം ഞാൻ രണ്ടാമത് ഞാൻ അറിയാതെ പറ്റിയ ബ്രോ, ഞാൻ ഒന്നാമത്തെ ഞാൻ ബ്രോയുടെ ദേഹത്തല്ല തട്ടിയത്. ആണോ? അല്ല ഞാൻ വിടാനാ പറഞ്ഞത്, അല്ലാണ്ട് ബ്രോനോട് അവിടെ വഷളാക്കാൻ വേണ്ടി ഞാൻ അവിടെ താളടിക്കോ കൊണക്കോ ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഇല്ലില്ല ബ്രോ സോറി പറയുന്നത് കേൾക്കുന്നില്ല. അവിടെ ആരും കേട്ടില്ല, അവിടെയുള്ള ആരും കേട്ടില്ല. ഞാൻ അറിയാതെ പറ്റിയതെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല പറഞ്ഞു പോലും കേട്ടില്ല. അറിയാതെ പറ്റിയതെന്ന് ഞാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ബ്രോ അടിച്ചത് ഞാൻ അപ്പോഴോട്ട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. രണ്ടാമത് എന്നിട്ട് രാജുഭായ് വന്ന് സംസാരിച്ചതിന് ശേഷം അവിടെ ഇന്ന് നമ്മൾ സംസാരിച്ചപ്പം ഞാൻ ഇത് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ബ്രോ എന്റെ അടുത്ത് എന്താ പറഞ്ഞ, നീ വായിൽ എന്തെങ്കിലും കുത്തി കേട്ടിട്ട് പോ. ഞാൻ ചോദിച്ചു, ഞാൻ മാന്യമായിട്ട് ചോദിച്ചു ബ്രോ അപ്പൊ എനിക്ക് സംസാരിക്കണ്ട. ഞാൻ ഇങ്ങനെ ചോദിച്ച ബ്രോ എനിക്ക് സംസാരിക്കണ്ട, ഞാൻ ബ്രോന്ന് തന്നെ പറഞ്ഞ എനിക്ക് സംസാരിക്കേണ്ടത്. രണ്ടാമത് ഞാൻ വന്ന് ചോദിച്ചപ്പം നീ എന്റെ അടുത്ത് പറഞ്ഞെന്താ കോ-ലീഡർ എന്നോട് വിളിച്ച് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിടക്ക് ബ്രോതിര വന്ന് ഇടയ്ക്ക് സംസാരിക്കും. ഞാൻ എന്റെ ഗ്യാങ് മെമ്പർ അവിടെ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് രാജു ഇത് അറിയാവുന്നോണ്ടാണ് ഞാൻ അത് OC രീതിയിൽ ഞാൻ അത് ഇൻ ഗെയിമിൽ പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള രാജുഭായ് എന്റെ അടുത്ത് വിളിച്ചു, ഞാൻ രാജുഭായ് എടുത്ത കാര്യം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇൻ ഗെയിം അത് സോൾവ് ആവില്ല നോർമലി. അത് അറിയാവുന്നോണ്ടാണ് അത് പുറത്തെ സിറ്റുവേഷൻ കൂടെ അല്ലെങ്കിൽ OC എന്ന രീതിയിൽ അത് പറഞ്ഞത്. കാരണം അതല്ലാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ആവില്ലാന്ന് എക്സ്പീരിയൻസ് വെച്ച് അറിയാവുന്ന സംഭവമാണ്. ഇത് ഇൻ ഗെയിം സംസാരിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വഷളാവത്തേ ഉള്ളൂ. ഇതൊക്കെ നമ്മളെ ഇത് തന്നെയാണ് ഇന്നലെ സംസാരിച്ച ഇത് തന്നെയാണ് മതി ഗ്യാങ്ങോസി വന്നിട്ട് സംസാരിക്കില്ലേ, നമുക്ക് അങ്ങോട്ടും കൂടെ റെസ്പെക്ട് ഉണ്ട്. മനസ്സിലായി? അതിപ്പോ ഇതിങ്ങനെ സംസാരിച്ച് വഷളാക്കേണ്ട കേസില്ല. അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഡ്രാഗൺ ഷമീർ, ഞാനും ഇതൊരു പറഞ്ഞാൽ നമ്മളിതേ ഇതെന്താ അറിയോ, ഞാൻ ഒരു ഓസിയാണ്. അതായത് ഇത് ഇവിടെ സംസാരിച്ചാൽ ഇത് രണ്ടുപേരും ഇത് സംഭവം കാണാണ്ടത് സോൾവ് ആവില്ല. അത് നിങ്ങളുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് മേ ബി അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അത് ഇവിടെ കേട്ടിട്ടുണ്ടാവില്ല. അതിന്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അത് എത്ര ഇതായാലും ഇവിടെ സംസാരിച്ചാലും അത് മനസ്സിലാവില്ല രണ്ടുപേർക്കും. അത് പുറത്ത് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ എന്റെ അഭിപ്രായം. എനിക്കിപ്പോ മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, കാർലോ ആദ്യം വൾഗർ ലാംഗ്വേജ് ഉപയോഗിച്ചത് മൈക്കിയാണ്.
ആദ്യം വൾഗർ ലാംഗ്വേജ് ഞാൻ ഒരു മീൻസ് കാര്യം അതായത് ബ്രോ ആദ്യം വൾഗർ ലാംഗ്വേജ് അതായത് കൊര പിന്നെന്താ മൈക്ക് ഇന്ന് വെടിയുണ്ട കയറ്റും ഇങ്ങനെയൊക്കെ സംസാരിച്ചത് മൈക്ക് ആണെന്നാണ് എനിക്കിപ്പോ കണ്ടതെന്നും എനിക്കറിയാനും പറ്റിയത്. അപ്പം അത് ഒരു മിസ്റ്റേക്ക് ആണ്. വൾഗർലി അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്തത് ഇയാളാണ്, ആര് മൈക്കിയാണ്. അപ്പം അതിന് ഒരു സോറി പറഞ്ഞ റാംബോ ഓക്കെ ആണോ? കാർലോ ബ്രോ എനിക്കൊരു കാര്യം, കാർലോ ബ്രോ ഞാൻ നിങ്ങളടുത്ത് എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത് സോറി പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞുതരാം, ഇത് മൈക്കിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. സിറ്റുവേഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ മര്യാദക്ക് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ സംസാരിച്ചത്, മനസ്സിലായ? ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു ഇറസ്പെക്ട് ആയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. എന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് നീ കുറയ്ക്കാതെ പോടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് അത്ര തന്നെ ട്രിഗർ ചെയ്ത്. എന്നിട്ട് രണ്ടാമത് ഞാൻ സംസാരിക്കാൻ ബ്രോ എന്ന് വിളിച്ച് സംസാരിക്കാൻ പോയപ്പോഴത്തേക്ക് ഇവ എന്റെ അടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നീ നിന്റെ വായിൽ വല്ല കുത്തി തിരുവിക്കൊണ്ട് പോകാനാണ് ഇവന്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം അപ്പൊ രാജുഭായി, അപ്പൊ എന്റെ കോലീഡേഴ്സ് ആരും അവിടെ ഇല്ല, എന്റെ ലീഡേഴ്സ് ആരും അവിടെ ഇല്ല. അപ്പൊ രാജുഭായി അവിടെ ഉണ്ട്. രാജുഭായി എന്റെ അടുത്ത് പറഞ്ഞ് റാംബോ ഞാനാണ് പറയണത് നിർത്ത്, നീ ഇനി വാ തുറക്കല്ലെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ വാ തുറന്നിട്ടില്ല. ഞാൻ റെസ്പെക്ട് ചെയ്ത്, ഞാൻ രാജുഭായി റെസ്പെക്ട് ചെയ്ത് ഞാൻ അവിടെ ഒന്നും മിണ്ടിയിട്ടില്ല. മനസ്സിലായി? അത്രയും ട്രിഗർ ചെയ്യുന്ന സിറ്റുവേഷൻ ഇന്നലെ ഇവിടെ ഇവ ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പൊ ഇവ എന്തിനിങ്ങനെ കാണിക്കണെന്ന് എനിക്ക് അറിഞ്ഞു. റാംബോ ഇനി ഷെമീറ ഇനി മൈക്കി കൊണ്ടൊന്ന് പറയട്ടെ, അവന് പറയാനോട് പറയട്ടെ. അല്ല മൊബൈലോ, ഞാൻ അവിടെ ഒരു 3-4 പ്രാവശ്യം ആളോട് മാറിപ്പോ സിറ്റുവേഷൻ ഉണ്ടാക്കണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാ. അപ്പൊ മാറി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു. ഒരു അടി അടിച്ചതിന് ശേഷം ഒരു കാര്യം പറഞ്ഞോട്ടെ, ശേഷം റാംബോ എന്റെ അടുത്ത് മൈക്ക് പറഞ്ഞു ആ അടി അടിച്ചത് മൈക്ക്. ഞാൻ പറഞ്ഞത് അവിടെ വന്ന് എന്റെ അടുത്ത് പൊക്കിയോ സിറ്റുവേഷൻ എന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് മുന്നേ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാല് POV കാണാം. അതിനു മുമ്പേ ഞാൻ പറഞ്ഞു, ഇനി POV കാണാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. POV പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്നിട്ട് വെറുതെ അവിടെ നിൽക്കുന്ന TV ആണെന്നൊന്നും അല്ല, സോറി KV ആണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇതിനു മുമ്പ് ഒരുപാട് KV മെമ്പേഴ്സിനെ നമ്മൾ പലയിടത്തും വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നേ വരെ എന്റെ ഭാഗത്തുനിന്ന് KV എന്നല്ല, ഇവിടെ ഒരു ഗ്യാങ്ങിന്റെ എതിരായിട്ട് ഞാൻ ഒരു സിറ്റുവേഷനും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആരടുത്തും പോയി വെറുതെ സംസാരിച്ചിട്ടില്ല, ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഇത് അവിടെ വന്ന് സംസാരിച്ച് ഒരു അടി അടിച്ചതിന് ശേഷം ഇവര് കൂട്ടത്തോടു കൂടി എന്റെ അടുത്ത് നിന്നിട്ട് പറയണ നീ പൊയ്ക്കോ സിറ്റുവേഷൻ ലീവേ എന്ന് പറഞ്ഞാൽ കളിയാക്കണ രീതിയിൽ, അല്ലാതെ മര്യാദക്കല്ല ബ്രോ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞത്. കളിയാക്കണ രീതിയിൽ തന്നെയാണ് എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്. വിട്ടോ, എന്നിട്ട് അതിനുശേഷം എന്തൊക്കെ ട്രിഗർ ചെയ്യണ രീതിയിൽ അതിനുശേഷം എന്തൊക്കെ പറഞ്ഞ് എന്താ. ഞാൻ ഒരു കാര്യം പറയട്ടെ, KV റെസ്പെക്ട് ഉണ്ട്, കാർലോ ബ്രോ നിങ്ങളെ റെസ്പെക്ട് ഉണ്ട്, ബാക്കി KV മെമ്പേഴ്സിന് എല്ലാവരും റെസ്പെക്ട് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ റെസ്പെക്ട് ഉണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെയുള്ള ഇത് നമ്മളടുത്ത് കാണിക്കില്ല. നമ്മൾ തരുന്ന റെസ്പെക്ട് തിരിച്ചും തരണം. അല്ലാതെ അറിഞ്ഞു വെച്ചിട്ട് രാജുഭായി വന്ന് സംസാരിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിലും നമ്മളടുത്ത് നമ്മളെ ഗ്യാങ് ലീഡറും നമ്മളെ കോ ലീഡേഴ്സും പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ ഒരിക്കലും KV ആയിട്ടും എന്ത് സിറ്റുവേഷൻ ഒരിക്കലും വേറൊരു ഇതിൽ പോവല്ലോ. നമ്മളെ വിളിച്ച് പറഞ്ഞ് നമ്മളത് അവരടുത്ത് സംസാരിക്കും. ഞാൻ പറഞ്ഞാൽ ഇത് POV കാണിക്കാണ്ട് ഈ സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ പറഞ്ഞാലും അത് നമ്മൾ ചുമ്മാ ന്യായീകരിക്കാന്ന് തന്നെ പറയുള്ളൂ. ഈ റെസ്പെക്ട് നമ്മൾ അങ്ങോട്ട് കൊടുത്താലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്, നമ്മൾ ഇത് എന്നും കൊടുത്തോണ്ടേ ഇരിക്കുള്ളൂ. ഇതൊരിക്കലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടും, ലീഡർമാരുടെ ഭാഗത്തൊന്നും ഭാഗത്തൊന്നും കുറച്ച് ഗ്യാങ് മെമ്പേഴ്സിന്റെ അല്ലല്ല. ഞാൻ പറഞ്ഞത് മെമ്പർ ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു മെമ്പറിന്റെ പ്രശ്നമായാലും ഇപ്പൊ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഒരിക്കലും റാംബോ എന്ന് പറയൂല, MRC റാംബോ എന്നേ പറയുള്ളൂ. മനസ്സിലായോ? അത് മാത്രമേ എനിക്ക് പറയുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഞാനല്ല ബ്രോനെ അടിച്ചത്, വേറൊരുത്തനാണ്. ആ അടിച്ചവൻ അപ്പാടിനെ കുറച്ച് കഴിഞ്ഞപ്പോ വന്ന് സോറി പറയുന്നുണ്ട്. അത് ബ്രോ കേട്ടോന്ന് അറിയില്ല. പക്ഷെ ബ്രോ പറഞ്ഞ സോറി അവിടെയുള്ള ഒറ്റ ഒരാൾ പോലും കേട്ടിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ വന്ന് രാജുഭായി വന്ന് ഈ സിറ്റുവേഷൻ ഇതാക്കാൻ പറഞ്ഞപ്പോ ഞാനും അവിടെ നിന്ന് മാറിപ്പോയത്. അത് കഴിഞ്ഞിട്ട് ബ്രോ ആണ് ബാക്കിൽ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ രാജുഭായിട്ട് മാത്രമേ സംസാരിച്ചോളൂ. ഞാൻ അതിനേശം രാജുഭായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നപ്പം ആ സിറ്റുവേഷൻ ഇല്ല. സോറി ഇതില് മൈക്കിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, അത് സോറി പറയേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ സോറി പറയണമെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ സംസാരമായതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറഞ്ഞ് കോഹ്ലിയുടെ അടുത്ത് സംസാരിക്കുമ്പോ നീ ഇടയ്ക്ക് കയറി വന്നാൽ അങ്ങനെ പറയത്തുള്ളൂ. നീ ഇടയ്ക്ക് കയറി വരാൻ വേണ്ടിട്ട് ഞാൻ നീ നിന്റെ കോഹ്ലിയുടെ സംസാരിക്കണം.
ട്രിഗർ ആവില്ല. എടാ മതി മതി എടാ എടാ മതി 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 മൈക്ക് 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 മതി മതി എനിക്ക് പറയാനല്ലേ. ഒരു മിനിറ്റ് ഇതിലിപ്പോ ഞാൻ ഒരു കാര്യം റാംബോ പറയുന്നത് നമ്മൾ ക്ലിയർ ആയിട്ട് മിണ്ടാണ്ട് കേട്ട് നിന്നിട്ടുണ്ട്. ഇനി മൈക്കിന് അറ്റ്ലീസ്റ്റ് ഓക്കെ ഇപ്പൊ ഈ റാംബോ പറയുന്നത് ചിലപ്പോ മൈക്കിക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ട്, പക്ഷെ അവൻ മിണ്ടാണ്ടിരിക്കുന്നില്ലേ? അപ്പൊ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുക, അവന്ന് സംസാരിക്കട്ടെ. മൈക്കൊന്നും സംസാരിക്കട്ടെ. മൈക്ക് പറ. ഞാൻ പറഞ്ഞില്ലേ അതും രാജുഭായിനോട് തന്നെ ചോദിച്ചാൽ മതി. രാജുഭായി അവിടെ വന്ന് ആദ്യം മാറിയത്. അല്ലല്ല, അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായത് എന്ന് വെച്ചാല് ഞാൻ അവിടെ ഹിറ്റ് വന്നിട്ട് എന്നോട് സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇടക്ക് ബ്രോ വന്ന് ഇതാക്കിയപ്പോഴാണ് പിന്നെയും സംസാരമായത്. ബ്രോ വന്നിട്ട് എന്തോ പറഞ്ഞു, അപ്പൊ എന്തോ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ തിരിച്ച് ഇതാക്കിയത്. POV കാണിക്കാൻ അതാണ് നല്ലത്. സോറി പറയാൻ ഞാനിപ്പോ ഉള്ളവർക്ക് ഞാൻ POV കാണിച്ചു തരാം, കാണാത്തവർക്ക് വേണ്ടിട്ട്. പക്ഷെ ഇത് ഞാൻ ഇത്രയും കാലമായി ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിന്ന് ഇത് ഇൻ ഗെയിം സംസാരിച്ചിട്ട് കാര്യമില്ല. അത് പുറത്ത് സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് അതിന്റെ ആഫ്റ്റർ ആണ് നമ്മൾ ഇൻ ഗെയിം വന്നിട്ട് അത് ഒരു ഫോർമാലിറ്റിക്ക് അത് സംസാരിച്ച് തീർത്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് ഇത് ഇവിടെ ഒരു പ്യൂർ RP പറയൊന്നുമില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ KVA TVA MRC ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് പുറത്ത് സംസാരിച്ച് സോൾവ് ആക്കാം, എന്നിട്ട് അത് ഇൻ ഗെയിമിൽ സോൾവ് ആക്കാം. അല്ലാണ്ട് ഇൻ ഗെയിം സോൾവ് ആക്കിയിട്ട് അത് സോൾവ് ആവുന്ന നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അതങ്ങനെ വരുള്ളൂ. അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ OC രീതിയിൽ നേരത്തെ പറഞ്ഞത്. അപ്പൊ അത് പ്യൂർ RP, നല്ല പ്യൂർ RP. കേട്ടിട്ടില്ല ഇവൻ പറഞ്ഞത്, പിന്നെ അവസാനം പറഞ്ഞ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ സോറി പറഞ്ഞില്ല, ഞാനല്ല മറ്റേ പയ്യൻ അടി കിട്ടിയ പയ്യൻ അടിച്ച പയ്യൻ നമ്മളത് ഇന്നലെ പറഞ്ഞ ആ സംസാരിച്ച് തീർത്തത് അതുകൊണ്ടാണ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ അത്രേ ഉള്ളായിരുന്നുള്ളൂ. കാരണം നീയാണ് എന്ന് പറഞ്ഞിട്ടില്ല, അവസാനം ഞാൻ വന്നിട്ട് എന്റെ കൂടെ ഉള്ളതാണെന്ന് ഇവന്റെ ഒരു കറക്റ്റ് പറഞ്ഞപ്പോ പിന്നെ അവിടെ ഒരു സംസാരം. മൈക്കിന്റെ സൈഡിൽ നിന്ന് സോറി വേണ്ട, നിന്റെ സൗണ്ട് മൈക്കിന്റെ സൈഡിൽ നിന്ന്, അതായത് മൈക്കിന്റെ സൈഡിൽ നിന്നല്ല, മൈക്ക് മാത്രമായിട്ട് സോറി പറയേണ്ട കാര്യമില്ല. സോറി പറയാന്ന് വെച്ചെങ്കിൽ ലൈക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, അതുകൊണ്ട് ഒരു ഫ്രണ്ട്ലി എന്ന രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിന് ഇവിടെ അങ്ങോട്ട് മോശം പറഞ്ഞു സോറി, അവിടെ ഇങ്ങോട്ടേക്ക് മോശം പറഞ്ഞു സോറി, അങ്ങനെ പറഞ്ഞു. സോറി പറയട്ടെ, രണ്ട് സൈഡിൽ സോറി പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അല്ല ഇവരെ ഇവിടെ ഒറ്റക്കാക്കിട്ട് വേറെ മാറണ്ട. അതെ അതെ, എന്തായാലും നമ്മളിത് പറഞ്ഞു തീർക്കാൻ വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സോറി ഒന്നും വേണ്ട. നിങ്ങൾ രണ്ട് ഞാനുണ്ടായിരുന്നു അവിടെ, രണ്ടുപേരൊന്നും ആക്കി ചെയ്ത് അതങ്ങ് തീർത്താൽ മതി. കാരണം ഞാനുണ്ടായിരുന്നു. ഇവര് പറഞ്ഞത് അവരെ ഭാഗം ഇവര് കേട്ടിട്ടില്ല, റാംബോയുടെ ഭാഗം മറ്റേ പിള്ളേര് കേട്ടിട്ടില്ല, നമ്മളെ പിള്ളേരെ ഭാഗം റാംബോവും കേട്ടിട്ടില്ല. രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകളും. ഞാനൊരു കാര്യം പറയും, ഇത് സംസാരം അടുത്ത ഇത് മനസ്സിൽ വെച്ചോണ്ടിരിക്കും വലിയ അടിയിലോട്ട്. മൈക്ക് കേക്കുവോ? ആ മൈക്ക് കേക്കും. അതുപോലെ നമ്മള് കാര്യം പറയാം. ഒരു മിനിറ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കാർലോ മൈക്ക് ഒരു സോറി പറഞ്ഞ് കെട്ടിപ്പിടിക്കട്ടെ, റാംബോ ഒരു സോറി പറയും കെട്ടിപ്പിടിക്കും. സോറി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഷമീർ അങ്ങോ വാങ്ങോ. ഷമീർ ഹലോ ഷമീർ ഞാൻ പറയട്ടെ, എനിക്ക് തോന്നിയ കേസ് പറയട്ടെ. അതായത് ഇത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് പുറത്തത് ഇതാവാണ്ട് ഇവിടെ എത്രതായാലും അത് സമ്മതിച്ചു തരില്ല. ഇപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പൊ റാപ്പ് ഉള്ളത് സമ്മതിച്ചു തരില്ല, അത് മിസ്റ്റേക്ക് ആവുന്ന രീതിയിൽ. ഇപ്പൊ മൈക്കാണെങ്കിലും മൈക്കിൽ ഇല്ല. അതാ ഞാനിത് മനസ്സിലാക്കിയെടുത്തോളം ഇതിന്റെ സിറ്റുവേഷൻ തുടക്കം ഞാനത് കേട്ട് വെച്ചിട്ട് അത് മൈക്കിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരുന്നില്ല. അതിനുശേഷം വാട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായിട്ടുണ്ട്. അപ്പൊ ഇതില് എന്റെ അഭിപ്രായം വെച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സോറി അങ്ങോട്ടും ഒരു ഇങ്ങോട്ടും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായതിന് ഒരു സോറി അപ്പൊ മൈക്കാണെങ്കിലും റാംബോൾ അങ്ങോട്ട് പറഞ്ഞ് സോൾവ് ആക്കാനാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. ലൈക്ക് അതൊരു ഫെയർ ഡിസിഷൻ, അതാണ് ഒരു ഫെയർ. അതായത് അതെ, പക്ഷെ അത് അത് അവൻ പറയില്ല എന്ന് പറഞ്ഞ വെച്ചാൽ ലൈക്ക് അത് റാംബോന്റെ സൈഡിൽ നിന്ന് ഇതേപോലെ ഇപ്പൊ അങ്ങനെ പറയില്ല, അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവന് ആ രീതിയിൽ പറഞ്ഞില്ല. കാരണം അത് സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് അവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, അത് ക്ലിയർലി അത് പറഞ്ഞുള്ളതാണ്, മൈക്ക് പറഞ്ഞുള്ളതാണ്. അപ്പോൾ അത്
ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതായത് സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് അവന്റെ ഭാഗത്ത് ക്ലിയർലി അവന്റെ മിസ്റ്റേക്ക് ഇല്ല. ലൈക്ക് അത് മൈക്കല്ല അവനെ തിരിച്ചടിക്കുന്നുള്ളത്. അത് ഞാൻ മനസ്സിലാക്കിയ സിറ്റുവേഷൻ പറഞ്ഞാൽ ഷമീറെ ഞാൻ മനസ്സിലാക്കിയുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് റാംബോ അറിയാവുന്ന ആ പെൺകുട്ടി എന്താ അടിക്കുന്നുണ്ട്, അടിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്നത്. അപ്പോൾ അത് ഇവരെ മുഖത്താരെ കൊള്ളുന്നു. അപ്പോൾ അതിനെ തിരിച്ചടിക്കുന്നത് മൈക്കിയല്ല, അത് KVA ഗ്യാങ്ങുള്ള ആൾ പോലും അല്ല, വേറൊരു സിറ്റിസൺ ആണ്. ആ ആളാണ് എന്നിട്ട് വന്നിട്ട് സോറിയാണ് പറയുന്നത്. അതിനുശേഷം അതെ അതിനുശേഷം റാംബോ എന്തോ പറയുന്നുണ്ട്, പക്ഷെ അത് ഇവിടെ കേൾക്കുന്നില്ല, ഇവന്റെ ഇതിൽ കേട്ടിട്ടില്ല. ഇല്ല സോറി പറയുന്നു, അറിയാണ്ട് അടിച്ചാന്നുള്ളത്. അതെ ആണുങ്ങളാകുമ്പോൾ രണ്ട് ഇപ്പൊ എന്റെ ഭാഗത്ത് എന്റെ ന്യായങ്ങളുണ്ടാവും, അവന്റെ ഭാഗത്ത് അവന്റെ ന്യായങ്ങളുണ്ടാവും. ബെറ്റർ ഓപ്ഷൻ അവരത് ഹഗ് ചെയ്ത് അങ്ങ് അവസാനിപ്പിച്ചു. സോറി ഒന്നും പറഞ്ഞ രണ്ടുപേർക്കും അത് മനസ്സിലായി. ബെറ്റർ ഓപ്ഷൻ അത് അത് മതി. ഓക്കെ, പക്ഷെ അത് ഞാൻ ഒരു ഓസ്കർ, അതായത് ഇതിന്റെ POV നിങ്ങളൊന്ന് പോയി നോക്കാം. ഞാനെന്താ പറഞ്ഞത്, ഇവിടെ സംസാരിച്ചിട്ടത് കാര്യമില്ല. അത് പ്രശ്നമുള്ളൂ രാജുഭായി, അവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം അവര് അറിയട്ടെ. പിന്നെ ലൈവിലിരുന്ന അവൻ സോറിയാണ്. നേരത്തെ ഇപ്പൊ വന്നതില് ആരെങ്കിലും ഇപ്പൊ പ്യൂർ RP അല്ലെങ്കിൽ OC കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇത്രയും കാലത്തെ വൾഗർ സിറ്റുവേഷനും അല്ലെങ്കിൽ എല്ലാത്തിനും നമുക്ക് മനസ്സിലായില്ല. നിങ്ങൾ മേ ബി ഇത് ഈ RP സംഭവത്തിലോട്ട് ന്യൂ ആയിരിക്കാം, അപ്പൊ അതുകൊണ്ട് പറഞ്ഞു തരാണ്. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ എല്ലാവരും സംസാരിക്കാറാണ്. അവര് ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ആദ്യം അത് ഓഫ്ലൈനിൽ സംസാരിച്ച് സോൾവ്, ഒരു മിനിറ്റ് ആകാം, അത് ഓഫ്ലൈനിൽ സംസാരിച്ച് സോൾവ് ആക്കിയിട്ട് അതിനുശേഷം നമ്മളൊരു ഇൻ ഗെയിം ഒരു ഫോർമാലിറ്റി രീതിയിൽ ഇൻ ഗെയിമിൽ വന്നിട്ട് സംസാരിച്ച് ഒരു ഹഗ്ഗോ അല്ലെങ്കിൽ സോറി എന്താ വെച്ചാൽ പറഞ്ഞ് ഇതാക്കാം. അല്ലാണ്ട് അത് ഇവിടെ ആദ്യം സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വഷളാവേ ഉള്ളൂ. ഞാനൊന്ന് പുറത്ത് സംസാരിക്കാം. ഇല്ല നോർമൽ അതാണ്. അപ്പൊ ഇതില് POV ഇവിടെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ POV വേണേൽ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതാണ് ആ സ്റ്റാർട്ടിൽ പറഞ്ഞ POV കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ. അതിൽ ക്ലിയർലി അത് നിങ്ങൾ കണ്ട POV മേ ബി അതിന്റെ പകുതിക്ക് വെച്ചിട്ടുള്ള POV ആയിരിക്കാം ഇപ്പോൾ എനിക്കൊന്ന് ബുള്ളിന്റെ അല്ലെങ്കിൽ അപ്പാപ്പൻ്റെ ആരെ ലൈവിലുള്ളത്. അപ്പോൾ അതിന്റെ സിറ്റുവേഷന്റെ സ്റ്റാർട്ടിങ് പോർഷൻ മൈക്ക് ഇപ്പോൾ ഡിസ്കോഡിൽ വന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ MRC ഗ്യാങ് ഹൗസിൽ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഡിസ്കോഡിൽ വന്ന് അവൻ കാണിച്ചു തന്നിട്ടുണ്ട് ആ POV. ഞാൻ ആ POV കണ്ടതിന്റെ ബേസിലാണ് പറയുന്നത്. അതിൽ ക്ലിയർലി മൈക്കിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. ഓക്കെ, സോ അതുകൊണ്ട് മൈക്ക് മാത്രമായിട്ട് സോറി പറയേണ്ട ആവശ്യമില്ല. പറയുകയാണെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വൾഗറായി അങ്ങോട്ടും ഇങ്ങോട്ടും റോമായി സംസാരിച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും. സോ രണ്ട് സൈഡിൽ നിന്നും സോറി പറയാം, അല്ലെങ്കിൽ ഇതേപോലെ അവർ പറഞ്ഞ പോലെ ഒരു ഹഗ് ചെയ്തിട്ട് വിടാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവരെ ഈഗോ വെച്ചിട്ട് അവർ അത് ഇപ്പോൾ റാംബോ ഇപ്പോൾ പറഞ്ഞു അവനെ പറയില്ല എന്നുള്ളത്. സോ അത് വെച്ചിട്ട് അത് പറയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് പുറത്ത് സംസാരിച്ച് അത് അവർക്ക് മനസ്സിലാവണം. ഹലോ അവൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ അവന് ഹഗ് ചെയ്യാനോ സോറിക്കോ ഒന്നും താല്പര്യമില്ല. എനിക്ക് തോന്നുന്നു മൈക്കിന്റെയും അഭിപ്രായം ഇത് തന്നെ ആയിരിക്കും, അവനും ഹഗ് ചെയ്യാനും. കാരണം രണ്ടാളും ആണുങ്ങളാ, അപ്പൊ ഈഗോ ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൈക്കിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. ലൈക്ക് അവർ റാംബോന്റെ ഭാഗത്ത് അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനെ സീനില്ല. റാംബോക്ക് അങ്ങനെ ഒരു ഇതുണ്ട് ട്രിഗർ, അത് ഈ ചൂടിൽ തോന്നായിരിക്കും. അത് ഓരോരാളുടെ സ്വഭാവമല്ല, അത് നമ്മൾക്ക് വിടാം. അപ്പൊ സിറ്റുവേഷൻ എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവൻ ഹഗ് ചെയ്യുന്നില്ല, സോറി പറയുന്നില്ല, അല്ലെങ്കിൽ ഇത് ഹഗ് ചെയ്യുന്നില്ല മീൻസ് ഇവിടെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. മനസ്സിലാവും, ഇവിടെ എല്ലാം ഹഗ് ചെയ്ത പോലെ തന്നെയാണ്, പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോൾവ് ആക്കി. നമ്മൾ ഹഗ് ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊന്ന് മൈക്കിക്ക് കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും രീതിയിൽ ഒന്ന് ഉപദേശിച്ച് വിട്ടാ മതി. അതായത് നിങ്ങൾ നേരിട്ട് കാണുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ. അതെ. പക്ഷെ ഇതൊരു കാര്യം പറയാം, ഒരു ഇത് പുറത്ത് സോൾവ് ആക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും അത് വഷളാവത്തേ ഉള്ളൂ. അത് സോൾവ്ഡ് ആണ് കാർലോ, ഇത് സോൾവ് ആണ്. ഇത് ഇനി നമ്മളെ ഭാഗത്തുനിന്ന് എനിക്ക് റാംബോ ഉറപ്പ് വന്നിട്ടുണ്ട്, ഇനി യാതൊരു ഇതും റാംബോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ആ ഉറപ്പ് എനിക്ക് കാർലോ കൂടി തരണം. അതെ മൈക്കിയുടെ ഭാഗത്തുനിന്ന് അത് ഇല്ല. മൈക്കിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ സൈഡിൽ നിന്ന് അതിലൊരു സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് ഉണ്ടാവില്ല. അപ്പൊ ഈ കേസിലാണെങ്കിലും അത് സ്റ്റാർട്ടിങ് ഇവിടെ ഒന്നല്ല ആരും ഉറപ്പിന്റെ കേസിലാണ് പറയുന്നത്. അത് മൈക്കിയുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് ഉള്ളത്. പറ്റുവാണെങ്കിൽ ഒന്ന് പുറത്തൊന്ന് കണ്ടാൽ ബെറ്റർ ആയതിനെ നിങ്ങൾ അതൊന്ന് ഡീൽ ചെയ്തോളാം. അപ്പൊ ഇതോടുകൂടി നമ്മള് സിറ്റിന്റെ അകത്ത് നമുക്ക്
ഒരു സിറ്റിന്റെ അകത്തും പുറത്തും നമുക്ക് എന്താ പറയാ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇതില്ല. നമ്മൾ ഹഗ് ചെയ്ത പോലെ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. റാംബോ മൈക്കിന് ഹഗ് ചെയ്ത പോലെ തന്നെയാണുള്ളത്. ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ പറ്റുമെങ്കിൽ ഇവർ നേരിട്ടൊന്ന് കാണാതിരിക്കാൻ വേണ്ടി നോക്കുക. കണ്ടോട്ടെ, കാണരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. കണ്ടോട്ടെ, ഒന്ന് മൈക്കിനെ ഞാനിപ്പോ പറഞ്ഞ കാര്യം മൈക്കിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് റാംബോക്ക് ഒരു പ്രശ്നവുമില്ല, അവർക്ക് MRGക്ക് ഒരു പ്രശ്നവുമില്ല. ആണ്. പക്ഷെ എന്താ പറയാ, നിങ്ങൾക്ക് അപ്പുറം ഉള്ള ഒരു ഈഗോ പ്രശ്നം, അത് എന്താ പറയാ വലുതാക്കിയതിന് കൊണ്ടുപോകണ്ട. ഇതൊന്നും ഇവിടെ തീർത്തെ, ഇത്ര മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. ഇതിന്റെ പേരിൽ ഒന്നും ഉണ്ടാകത്തില്ല. ഇല്ല നമ്മുടെ സൈഡിലും അല്ല അത് നമ്മൾ ഓൾറെഡി ഇന്നലെ അത് സോൾവ് ആയെന്നാണ് വിശ്വാസം. പിന്നെയാണ് ഇന്നിപ്പോ അത് മൊത്തം പിന്നെ അത് ഇതായി ഉള്ളത്. അപ്പൊ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ല. അതെ നമ്മുടെ ഭാഗത്തുനിന്ന് അതങ്ങനത്തെ മിസ്റ്റേക്ക് ഒന്നും ഇല്ല. പക്ഷെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് കണ്ടാൽ ബെറ്റർ ആയിരുന്നു. അതൊന്ന് മനസ്സിലാക്കാം. കുറെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കാണാം. കാരണം മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ പറഞ്ഞ നമ്മൾ റെസ്പെക്ട് ചെയ്ത് നമ്മൾ കാണാം. എന്തായാലും ഇത് ഇവിടെ തന്നെ അവസാനിക്കട്ടെ. ഇനി ഇതിന്റെ ബാക്കിലോട് പിന്നെ ഈ ഒരു ഈഗ്രടിച്ച് എന്റെ മനസ്സിലും കാർലോന്റെ മനസ്സിലും നമ്മളെ ബാക്കി ആരെ മനസ്സിലും ഉറപ്പല്ല കാർലോ. നമുക്കത് സിറ്റുവേഷൻ സോൾവ് ആവണം. അത്രേ ഉള്ളൂ. അത് ആരെ ഭാഗത്താന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ. അയ്യോ എന്റെ നമുക്ക് ഇറങ്ങിയാലോ? എനിക്ക് സീനൊന്നുമില്ല. എനിക്ക് സീനൊന്നുമില്ല. കുണ്ടിയില് മുളക് തിരിച്ച് ഇത് ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ നമ്മളെ അമ്പിള്ളേരുടെ ഇടയിലാവുമ്പോ അതൊക്കെ ഉണ്ടാകുന്ന അതൊന്നും കാര്യമില്ല. പിള്ളേർ അവരോടൊന്ന് പറഞ്ഞാൽ മതി. പറയാ ഇല്ല അവരെ ഭാഗത്തുനിന്ന് ഇതിന്റെ സിറ്റുവേഷൻ വരില്ല. അത്രേ ഉള്ളത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് കേൾക്കുമല്ല. പിന്നെ ഇല്ല അവർ ഇഷ്യൂ ആയിട്ടില്ല. ഇത് ഓൾറെഡി സോൾവ് ആയിരുന്നു. പിന്നെ അത് എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിഞ്ഞു. അതാണ് ഇപ്പൊ ഇതായത്. ഇന്നലെ ഓൾറെഡി സംസാരിച്ചത് അറിയാല്ല. പുറത്തുനിന്ന് ഓരോരുത്തരി കുത്തിപ്പൊക്കി വരുന്ന ആ 2 ദിവസം കഴിഞ്ഞാൽ കൂൾ ആയിക്കോളും. മക്കള് ഇനി അതിന്റെ പേരിൽ ഒരു സംസാരം ഇല്ലാതിരുന്നാ മതി. ഓക്കെ ശരി ഡോക്ടറെ. ശരി.